പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് നമ്മൾ ശ്രമിക്കാൻ പോകുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 23-24 തിരുവചനം. വചനം ശ്രമിക്കാം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. യേശു സത്യം ചെയ്യും. ഇതുവരെയും നിങ്ങൾ എൻ്റെ നാമത്തിൽ, യേശു പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഏത് കാര്യമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം ചോദിച്ചാൽ പോരാ, ഒരുപാട് പ്രാവശ്യം, ചിലപ്പോൾ ഒരു 100-105 പ്രാവശ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴേ അത് കിട്ടുകയുള്ളൂ. യേശുവിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഒരു പ്രാവശ്യം ചോദിച്ച് 10 പ്രാവശ്യം ചോദിച്ച് കിട്ടിയില്ല, മുഴത്ത് പോകരുത്. 101 പ്രാവശ്യം ചോദിക്കണം. അപ്പോൾ യേശു ചോദിച്ച് യേശുവിനോട് കൂടെ ചേർന്നിരിക്കണം. 24-ാം തിരുവചനം. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് യേശുനാഥൻ പറഞ്ഞത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചൊലിക്കണം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് ചൊല്ലിട്ട് കഴിയുമ്പോൾ കർത്താവായ യേശു തമ്പുരാൻ നമുക്ക് തരും. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു അടയാളമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.